ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മറ്റൊരു വീഡിയോയുമായി എത്തിയിരിക്കുന്നു. ഇന്ന് പറയാൻ പോകുന്നത് ഈ ലാപ്ടോപ്പ് കത്തിപ്പോയി എന്ന് പറഞ്ഞ കസ്റ്റമർ തന്നതാണ്. ഈ കസ്റ്റമർ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളെ ബാറ്ററി ഇല്ലേ, ലാപ്ടോപ്പിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു ലാപ്ടോപ്പിൻ്റെ ഓൾമോസ്റ്റ് ഇതേപോലത്തെ ഒരു ലാപ്ടോപ്പിൻ്റെ ബാറ്ററി അയച്ചിട്ട് അതിൻ്റെ സെല്ല് മാറ്റി കൊടുത്തു. സെല്ല് മാറ്റി കൊടുത്ത് ആ മറ്റേ ബാറ്ററീൻ്റെ വർക്ക് ചെയ്യുന്ന സെല്ലെടുത്തിട്ട് ഇതിലേക്ക് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ക്ലോസ് ചെയ്ത് കണക്ട് ചെയ്തു. ലാപ്ടോപ്പ് ഷോർട്ടായി. കാരണം സെല്ല് മാറി. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ ഈ ലാപ്ടോപ്പിൻ്റെ മോഡൽ നോക്കാം. അതുകൂടാതെ ഈ ബാറ്ററീൻ്റെയും സെയിം മോഡലും കാര്യങ്ങളും ഇതും ചെയ്ത് മാത്രമേ സെല്ല് കറക്റ്റ് ചെക്ക് ചെയ്ത് മാത്രമേ ഇതിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ. കറക്റ്റ് മോഡൽ നമ്പറും കറക്റ്റ് സെയിം സാധനമായിരിക്കണം. അതായത് സീരിയൽ നമ്പർ വ്യത്യാസം ഉണ്ടാവും, ബാക്കിയുള്ള മോഡൽ നമ്പർ ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ മോഡൽ നമ്പർ നോക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് കറക്റ്റ് ഇല്ലെങ്കിൽ ഷോർട്ടാവും, ലാപ്ടോപ്പ് അടിച്ചുപോയി, ഈ ലാപ്ടോപ്പിൻ്റെ ബോർഡ് അങ്ങനെ തന്നെ കത്തിപ്പോയി. അതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി വലിയൊരു ഇതിൽ പോയിട്ട് പെടേണ്ട. ഇത് കഴിയുന്നതും കറക്റ്റ് മോഡൽ നമ്പറും കറക്റ്റ് ചെയ്യുന്നത് മാത്രമേ ചെയ്താൽ മതി. ഇല്ലാണ്ട് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ചെയ്യാൻ നിന്നെങ്കിൽ നിങ്ങളെ ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് ഒരു ലാപ്ടോപ്പിനെ കളയേണ്ട അവസ്ഥ വരും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.